സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ഫയല് മുക്കിയതാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതോടെയാണ് തെളിവുകൾ കണ്ടെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിലാണ് 420 പേജുള്ള നിർണായക ഫയൽ കണ്ടെത്തിയത്. മല്യയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി നൽകിയ അനുമതി, ബോർഡിന്റെ ഉത്തരവുകൾ, സ്വിറ്റ്സർലൻഡിൽ നിന്ന് 22 ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയവ എല്ലാം തന്നെ ഫയലിൽ കൃത്യമായി ഉണ്ട്. അന്നത്തെ ശബരിമല ഡെവലപ്മെന്റ് പ്രൊജക്ട് ചീഫ് എഞ്ചിനീയർ കെ രവികുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ CR രാജശേഖരൻ നായർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണം പൊതിയൽ ജോലികളുടെ വിശദ റിപ്പോർട്ടുകളും ഉണ്ട്. പകർപ്പെടുത്ത ശേഷം ഫയല് SITക്ക് കൈമാറുമെന്നാണ് ലഭിച്ച വിവരം. കൈമാറിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഫയലിലെ രേഖകളിൽ സ്വർണത്തിന്റെ കണക്കുകളും കൃത്യമായി തന്നെ ഉണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ 1564.190 ഗ്രാം, അതായത് 1564 കിലോയും 190 ഗ്രാമും, ശ്രീകോവിലിന്റെ ഈ വാതിൽപ്പാളിയിലും കട്ടിളയിലുമായി 2519 കിലോയും 760 ഗ്രാമും സ്വർണം പതിച്ചിട്ടുണ്ടെന്നാണ് ഫയലിലെ രേഖയിൽ ഉള്ളത്. കോവിലിന് ചുറ്റുമുള്ള 8 തൂണുകളിലും വശങ്ങളിലെ പാളികളിലുമായി 4302.660 ഗ്രാം സ്വർണം പതിച്ചിട്ടുണ്ട്. മേൽക്കൂര പൊതിയാൻ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്കുകൾ പുറത്തുവരാനുമുണ്ട്. നേരത്തെ ദേവസ്വം വിജിലൻസും SITയും പലതവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് ഉദ്യോഗസ്ഥർ രേഖകൾ കൈമാറിയിരുന്നില്ല. ഫയല് പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനകളും ഫലം കണ്ടില്ല. ഫയലുകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്ന് SIT മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഫയൽ കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് ജീവനക്കാരെ നിയോഗിക്കുകയായിരുന്നു. പലതവണ ഓഫീസ് മാറിയപ്പോൾ ഫയല് മാറ്റിവെച്ചതാകുമെന്നാണ് ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം. എന്നാൽ അന്വേഷണം മുറുകിയപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ മാറ്റിയതാകാമെന്നാണ് നിഗമനം. UB ഗ്രൂപ്പിലെ ചുമതലപ്പെട്ടയാൾ സ്വർണം പൊതിഞ്ഞതായി എഴുതി നൽകിയ കണക്കുകൾ മാത്രമാണ് നേരത്തെ ദേവസ്വം ബോർഡ് കൈമാറിയിരുന്നത്. സ്വർണം പൊതിഞ്ഞത് പരിശോധിച്ച് ബോധ്യപ്പെട്ട ശബരിമല ഡെവലപ്മെന്റ് പ്രൊജക്ട് ചീഫ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട മഹസർ രേഖ കിട്ടിയിരുന്നില്ല. ഈ ആധികാരിക രേഖയാണ് ഇന്നലെ കണ്ടെടുത്തത്. അതേസമയം സ്വർണ്ണക്കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. പോറ്റിയെ വീണ്ടും കസ്റ്റഡി ലഭിക്കാനായി റാന്നി കോടതിയിൽ SIT പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു. ഇത് 3-ന് കോടതി പരിഗണിക്കും. നടപടിക്രമങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെയും പൂർത്തിയാക്കിയിട്ടുണ്ട്. കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ കോടതിയിൽ SIT ഹാജരാക്കി. 2 കേസിലും പ്രതിയായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ കാലാവധിയുടെ അവസാന ദിനമായ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി നീട്ടണമെന്ന് SIT ആവശ്യപ്പെട്ടിട്ടില്ല. ഇതോടെ പ്രതിയെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് റിമാൻഡിൽ അയച്ചു. തിങ്കളാഴ്ച ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചന. അതേസമയം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മേൽക്കൂര മുഴുവൻ സ്വർണം പാകിയത് താനാണ് എന്ന് ഈ വർഷം ജൂണിൽ നടത്തിയ ഈ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ വിജയ് മല്യ വ്യക്തമാക്കിയിരുന്നു. ദൈവവിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തെക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം എളിയ സംഭാവനകളും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മുകളിലും സ്വർണം പതിച്ചു. പുറമെ തിരുപ്പതി തിരുമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുൻഭാഗം മുഴുവൻ സ്വർണം പാകി. മൂകാംബിക ക്ഷേത്രത്തിലെ കൊടിമരവും സ്വർണം പൂശി നൽകിയെന്നും മല്യ എണ്ണി പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറിയതിനെ കുറിച്ചുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടയിലാണ് വിജയ് മല്യയുടെ പോസ്റ്റ് കാർഡ് അഭിമുഖം വീണ്ടും വൈറലാകുന്നത്. കഴിഞ്ഞ 9 വർഷമായി മല്യ ഇംഗ്ലണ്ടിലാണ് താമസം. വിവിധ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് 90,000 കോടി രൂപ വായ്പ എടുത്തതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന മദ്യ വ്യവസായി 2016 ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി ഇംഗ്ലണ്ടിൽ അഭയം പ്രാപിച്ചിരുന്നു. ഈ വർഷം ജൂണിൽ രാജ് ഷമാനിയുമായി നടത്തിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് വ്യവസായ സാമ്രാജ്യം തകർന്നതിനെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചുമൊക്കെ വിജയ് മല്യ വിശദീകരിച്ചത്. 4 ദിവസം കൊണ്ട് ഈ അഭിമുഖം 2,08,00,000 പേരാണ് കണ്ടത്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ മല്യയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്.
കിങ്ഫിഷർ എയർലൈൻസും അദ്ദേഹത്തിന്റെ മറ്റ് ചില കമ്പനികളും കോർപ്പറേറ്റ് സാമ്പത്തിക നിയമങ്ങൾ ലംഘിച്ചതായും ആരോപിച്ചിട്ടുണ്ട്. 2010 മുതൽ 2016 വരെ മല്യ രാജ്യസഭാ അംഗമായിരുന്നു.